നമ്മളിന്നലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത യോഗ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ HMനെ സസ്പെൻഡ് ചെയ്തു. മാനേജർക്ക് നോട്ടീസ് ഇന്നോടുകൂടി കിട്ടിക്കാണും. മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുട്ടിയുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. ഞാൻ ഇന്ന് പോകുന്നില്ല. ഇന്നലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും AEO DEOമാരുടെ ഉള്ള യോഗം ചേർന്നു. എവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലുള്ള അപകടസൂചകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായി ഞങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് വലിയ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇതിവിടെ സംഭവിച്ചതിൽ നിന്ന് നമുക്കെല്ലാം ദുഃഖമാണ്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവനും ഗവൺമെൻറ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അധികാരങ്ങളും മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമില്ല. ചില കോണുകളിൽ നിന്ന് പറയുന്നു മാനേജ്മെൻറ്റിന് വിട്ടുവീഴ്ച ചെയ്യാൻ മാനേജ്മെൻറ്റിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. കുറ്റം ചെയ്തവരാരായിരുന്നാലും മുഖം നോക്കാതെ കർശന നടപടി ഈ ഗവൺമെൻറ് എടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ്. ഇല്ലില്ല, അതിപ്പോൾ 14,000-ഓളം വരുന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത്. അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ചെറിയൊരു പൊക്കത്തിൻ്റെയൊക്കെ കാര്യത്തിലുള്ള ചില സംശയങ്ങളായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെറിയൊരു കാര്യമല്ലോ. 14,000 സ്കൂളും ഇത്രയും ദൂരമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ മരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒടിഞ്ഞു വീഴില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞ് വീഴും, അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ അത്ര ലളിതമല്ല. ഞങ്ങൾ കഴിഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലുള്ള പോയിൻ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളൊന്നും മറ്റു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടാവാത്തത്. ഇതിപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. ഇത് നമുക്കിനി നമ്മൾ ആ മകനെ തിരിച്ചു കിട്ടിയില്ല. അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പൂർണ്ണമായി ആ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല. ഉദാഹരണം, മരണ വീട്ടിൽ ചെന്ന് പോകുന്ന ജനനേതാക്കളെ, മന്ത്രിമാരെ റോഡിൽ കരിങ്കൊടി കാണിച്ച് തടയുക, വണ്ടിയുടെ മുന്നിൽ ആത്മഹത്യാ സ്ക്വാഡ് പോലെ എടുത്തിയാടുക, ഇത് നമ്മൾ നല്ല രീതിയല്ല. എല്ലാ UDFിൽപ്പെട്ടവർക്കും LDFിൽപ്പെട്ടവർക്കും BJPയിൽപ്പെട്ടവർക്കും ജനനേതാക്കൾക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഈ ദുരന്തമുണ്ടായ വീടുകളിൽ പോകേണ്ട ഉള്ള കാര്യമുണ്ട്. അപ്പോൾ ആ ദുരന്തമുള്ള വീടുകളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പറയുന്നതിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ നിന്ന് പുതിയൊരു അപകടവും കൂടെ ഉണ്ടാകുന്ന രൂപത്തിൽ കാറിൻ്റെ മുന്നിൽ എടുത്ത് ചാടുക, കരിങ്കൊടി കാണിക്കുക, അത് ഒരു ഗുണപരമായ കാര്യമല്ല. അപ്പോൾ അത് ഇപ്പോൾ അവരാരും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഈ കരിങ്കൊടി കാണിക്കാനും തടയാനും വന്നവരാരും ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ KSTA അധ്യാപക സഹകരണ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് 5 ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കെട്ടിടം വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഒരു 3 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. ഇത് കൂടാതെ അവൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തരം തീരുമാനങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ഏത് കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്? 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി
ഉണ്ടായ കാര്യങ്ങളുടെ മേൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏത് കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്? ഒരു കാലഘട്ടത്തിലും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലുള്ള നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഒളിച്ചിരുന്ന് ചാടിയിരുന്ന് കരിങ്കൊടി, എന്തിനാണ് കരിങ്കൊടി ഞങ്ങൾക്കെതിരെ കാണിക്കുന്നത്? ഇത്രയും ദിവസമായല്ലോ ഈ കരിങ്കൊടി കാണിക്കുന്നവർ 1 രൂപ സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കരിങ്കൊടി കാണിക്കലാണോ സഹായം എന്ന് പറയുന്നത്? അവിടെ വരുന്ന നേതാക്കന്മാരെ തിരിച്ച് അവിടെ ലാത്തി ചാർജ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യ ദിവസം ഞാൻ പോകാത്തത് ഒരു സംഘർഷം ഞാനായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചാണ് പോകാത്തത്. സംഘർഷം ഉണ്ടാക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചാണ് പോകാത്തത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പിന്നെ CPMൻ്റെ സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും CPMൻ്റെ നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല, ആരും തടുക്കാനും പോകില്ല. ചെറുത്താലും തടുത്താലും അതിനെ അതിജീവിച്ച് പോകാനുള്ള ശേഷിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഉണ്ട്. പിന്നെ പോലീസിനെ ഉപയോഗിച്ചൊന്നും ഞങ്ങൾ അവിടെ പിന്നെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ബാക്കി നമുക്ക് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം. കൂട്ടായി നമുക്ക് ചർച്ച ചെയ്യാം. കൂട്ടായി നമുക്ക് ചർച്ച ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ചർച്ച ചെയ്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വെല്ലുവിളി അത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. മരണ വീട്ടിൽ പോലും നേതാക്കന്മാരെ പോകാൻ സമ്മതിക്കാതെ പതിയിരുന്ന് പിന്നെ 15, 20, 30 ആൾക്കാർ പതിയിരുന്ന് കാറിൻ്റെ മുമ്പ് എടുത്ത് ചാടി, അതും കൂടെ പുതിയൊരു അപകടം ഉണ്ടായി. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിലൂടെ വീണ്ടും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് UDFും BJPയും നടത്തുന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ ലൈവായിട്ട് അവർക്ക് നിർത്തണം. അല്ല ഇത്രയും ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പിന്നെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊന്നും വെച്ച് നമ്മളോട് പിന്നെ നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപിക മർദ്ദിച്ചു. അധ്യാപികപ്പം 4 പേർ ചേർന്നാണ് മർദ്ദിച്ചത്. സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു കൊടുത്ത് മർദ്ദിച്ചു എന്നാണ്. അവർ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 47 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുകയാണ്. ചെറുതുമരുതുമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളാകെ തന്നെ ഉണ്ടാവും. എൻ്റെ ശ്രദ്ധയിൽ പെടുന്ന കാര്യമാണെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാം. ഇത് നമ്മുടെ വിഷ്വൽ മീഡിയസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസും ഒക്കെ സജീവമായതുകൊണ്ട് ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മറുപടി പറയാനും പിന്നെ നടപടി സ്വീകരിക്കാനും നിൽക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും. ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാൻ വേണ്ടി പിന്നെ കഴിയും. ഈ ഗവർണറോടും VCയോടും വിട്ടുവീഴ്ച ചെയ്യുന്ന രീതിയിലാണ് ഒരു പ്രമുഖ പത്രത്തിൻ്റെ തലക്കെട്ട് വിശാല ഹൃദയനായ ആശാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ്. അല്ല, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർവകലാശാലകളും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഡിഗ്രി കൊടുക്കണം. അവർക്ക് പിന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ കൂടുതൽ പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. റിസർച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അക്കാഡമിക് നിലവാരം പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട അക്കാഡമിക് നിലവാരമുള്ള ഇതാണ് കേരളം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതായത് ആകെ അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഗവർണറുടെയും അതുപോലെ ഇപ്പോൾ ഇവിടെ ചുമതലയുള്ള വൈസ് ചാൻസലർമാരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് അലങ്കോലപ്പെട്ട് പോകുക എന്നുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ നന്നായി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റില്ല.